ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ദിവസമായിട്ട് പ്ലാന്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പേപ്പർ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ എന്ത് പ്ലാന്റ് ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ നോക്കി പോയപ്പോഴാണ് ഗൈസ് പിൻട്രസ്റ്റിൽ ഈ പ്ലാന്റ് കണ്ടത്. അപ്പോൾ പിന്നെ ഈ പ്ലാന്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ഒരു മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഫുൾ ഒരു തട്ടിക്കൊട്ട് വീഴുകയാണ് ഗൈസ്. ഞാൻ പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തു. സോ നമ്മൾ അതൊരു പേപ്പർ എടുക്കുക. ഫോർമലി A4 സൈസ് പേപ്പറാണ് എടുക്കേണ്ട. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബുക്കിൻ്റെ പേപ്പർ പോലെ കീറിയെടുത്തു ഗൈസ്. എന്നിട്ട് അത് 4ആയിട്ട് കീറിയിട്ട് നമ്മൾ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് കെട്ടുകമ്പി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു ഗൈസ്. അങ്ങനെ ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ സ്റ്റെമ്പ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സെലോ ടേപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ ഗൈസ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്തു. പക്ഷേ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. അത് ഒട്ടാൻ ഇച്ചിരി പാടാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ഉള്ള തന്ത്രപ്പാടി ഞാൻ അവസാനം അത് ഒട്ടിച്ചെടുത്തു. പിന്നെ ഇനി നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട ഒരു ഗൈസ്. ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ള് അടിച്ച് തീർത്തു. ഇവിടെ 5 ലീഫാണ് ഞാൻ ഫുള്ള് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ഒന്നിച്ചാക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് നിങ്ങൾ. അത് പിന്നെ ഒരു വിധത്തിൽ ഞാനതെല്ലാം കൂടെ സെറ്റാക്കി ഒരുമിച്ചാക്കി എടുത്തു ഗൈസ്. അങ്ങനെ നമ്മുടെ പ്ലാന്റിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് വെക്കാനുള്ള ചെടിച്ചട്ടിയിലേക്ക് കിടക്കാം. ഇനി ഞാൻ ആദ്യം ഒരു പേപ്പർ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പേപ്പർ ഗ്ലാസ്സിനകത്ത് മണ്ണിന് പകരം തെർമോകോൾ വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ ഫില്ലാക്കണത്. ഫുള്ളല്ല, ജസ്റ്റ് ആ ഒരു മണ്ടഭാഗം മാത്രം നിൽക്കാൻ. അപ്പോഴത്തേന് അതിൻ്റെ കാര്യം പറഞ്ഞാൽ കോമഡിയാണ് ഗൈസ്. ഞാനൊരു തെർമോകോൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കപ്പ് കമത്തി വെച്ചിട്ട് അതിൻ്റെ വട്ടത്തിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്ത് വന്നപ്പോൾ ഇതിന് സൈസ് കൂടിപ്പോയി ഗൈസ്. ഇതിനകത്ത് കയറത്തില്ല. എന്നിട്ട് പിന്നെ ഞാൻ രണ്ടാമത് കട്ട് ചെയ്തപ്പോഴത്തേന് സൈസ് കുറഞ്ഞു പോയി ഗൈസ്. ഇതിനകത്ത് ഇറങ്ങിപ്പോയി. പിന്നെ അവസാനം ഒരു വിധത്തിൽ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ബ്രൗൺ കളർ അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ബ്രൗൺ കളർ ഇല്ല ഗൈസ്. എന്നിട്ട് പിന്നെ ഞാൻ ഡാർക്ക് ബ്ലൂവും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്താൽ ബ്രൗൺ കിട്ടുമെന്ന പ്രതീക്ഷയ്ക്ക് ചെയ്തു. പക്ഷേ ഗൈസ് അത് വൺ ഫ്ലോപ്പായിരുന്നു. അത് ഒരുമാതിരി അടിച്ച് വന്നപ്പോൾ അതിൻ്റെ ചാണകപ്പച്ച കളറായി. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിക്ക് ഞാനത് ഫുള്ള് വെച്ച് അടിച്ചു. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓറഞ്ച് കളർ അടിച്ചു. എന്നിട്ട് നമ്മുടെ ചെടിച്ചട്ടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പ്ലാന്റിന് ഇറക്കി വെക്കുക. അങ്ങനെ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ലായെങ്കിലും ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എവിടേക്കോ ഇഷ്ടം തോന്നി. അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.